മോശ ചെങ്കടൽ പിളർത്തി ഇസ്രായേൽക്കാരെ ഈജിപ്ത് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഒരു ജനതയ്ക്ക് പുതിയൊരു ജീവിതം നൽകി അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന ആ അത്ഭുതം അവരുടെ ചരിത്രത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറി. എന്നാൽ കാലം കടന്നു പോയപ്പോൾ അവർ വീണ്ടും ദൈവത്തെ മറന്ന് ജീവിക്കാൻ തുടങ്ങി. പ്രവാചകന്മാർ ഇസ്രായേൽക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അവർ അത് ചെവിക്കൊണ്ടില്ല. അവരുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നു. ആ സമയത്ത് ദൈവം ഒരു പ്രവാചകനെ അവരുടെ അടുത്തേക്ക് അയച്ചു, ജെറമിയ. അവൻ വിളിച്ചു പറഞ്ഞു, തിരിച്ചു വരൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാശം സംഭവിക്കും. പക്ഷേ ആരും കേട്ടില്ല. എല്ലാവരും അവനെ പരിഹസിച്ചു, തള്ളിക്കളഞ്ഞു. എങ്കിലും ജെറമിയ ദൈവത്തിന്റെ വാക്ക് പറയുന്നത് നിർത്തിയില്ല. അവസാനം ദൈവം അനുവദിച്ച ഒരു ശക്തമായ രാജ്യം അവരെ കീഴടക്കാൻ വന്നു, ബാബിലോൺ. അവിടുത്തെ രാജാവ് നെബൂഖദ്നേസർ ജെറുസലേം ആക്രമിച്ചു, നഗരം തകർത്തു, ദേവാലയം നശിപ്പിച്ചു. ഇസ്രായേൽ ജനങ്ങളെ ബന്ദികളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവർ സ്വന്തം നാട്ടിൽ നിന്ന് വേർപെട്ട് അന്യദേശത്ത് കണ്ണീരിലും കാത്തിരിപ്പിലും ജീവിച്ചു. അവർ ഹൃദയം പൊട്ടി ദൈവത്തെ വിളിച്ചു. ദൈവമേ, ഞങ്ങളെ നീ മറന്നോ എന്നവർ നിലവിളിച്ചു. അങ്ങനെ 70 വർഷം കടന്നു. ഒരു തലമുറ തന്നെ മാറി. പക്ഷേ ദൈവത്തിന്റെ വാക്ക് മാറിയില്ല. പിന്നെ ചരിത്രം വീണ്ടും തിരിഞ്ഞു. ഒരു പുതിയ ശക്തി ഉയർന്നു, പേർഷ്യ. ആ സാമ്രാജ്യത്തിന്റെ രാജാവ് സൈറസ്, ശക്തനായ രാജാവ്, അനേകം രാജ്യങ്ങളെ കീഴടക്കിയവൻ. ഒരു ദിവസം അവൻ ബാബിലോണെയും കീഴടക്കി. ഇസ്രായേൽ ജനങ്ങൾ വീണ്ടും ഭയപ്പെട്ടു. ഇനി വീണ്ടും അടിമത്തമോ? എന്നാൽ ആ നിമിഷം വ്യത്യസ്തമായിരുന്നു. ബൈബിൾ പറയുന്നു, ദൈവം സൈറസിന്റെ ഹൃദയം സ്പർശിച്ചു. ഒരു രാജാവിന്റെ ഉള്ളിൽ ഒരു തീരുമാനം ജനിച്ചു. സൈറസ് പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുക. നിങ്ങളുടെ ദൈവത്തിന്റെ ആലയം വീണ്ടും പണിയുക. അങ്ങനെ ഒരു യുദ്ധവുമില്ലാതെ, ഒരു കടൽ പിളർക്കാതെ, ഒരു വാള് പോലും ഉയർത്താതെ ഒരു ജനത വീണ്ടും സ്വാതന്ത്ര്യം നേടി. കടൽ പിളർത്തിയ ദൈവം ഇപ്പോൾ ഒരു രാജാവിന്റെ ഹൃദയം മാറ്റിയിരിക്കുന്നു. എന്നാൽ കാലം ഒരേപോലെ നിൽക്കില്ല. ചരിത്രം വീണ്ടും മാറി. ഒരിക്കൽ ഇസ്രായേൽ ജനങ്ങളെ സഹായിച്ച പേർഷ്യയുടെ രാജാവായ സൈറസ് അതേ വിശ്വാസക്കാരനല്ലാഞ്ഞിട്ടു പോലും ദൈവത്തിന്റെ പദ്ധതിയിൽ അവനൊരു ഉപകരണമായി മാറി. ആ പേർഷ്യ നൂറ്റാണ്ടുകൾ കടന്നപ്പോൾ വലിയ മാറ്റങ്ങൾ കണ്ടു. മതം മാറി, ഭരണം മാറി, ചിന്താഗതിയും മാറി. കാലക്രമേണ ലോകം പേർഷ്യ എന്ന് വിളിച്ചിരുന്ന ആ ദേശം പിന്നീട് ഇറാൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പേര് മാറ്റിയെങ്കിലും ആ ഭൂമിയുടെ ചരിത്രം തുടർന്നു. ഒരു സമയത്ത് ഇസ്രായേലും ഇറാനും സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ 1979 ഒരു വലിയ മാറ്റം സംഭവിച്ചു. ഇറാനിൽ ഒരു ഇസ്ലാമിക് വിപ്ലവം നടന്നു. പുതിയ ഭരണകൂടം അധികാരത്തിലെത്തി. ആ നിമിഷം മുതൽ തന്നെ ഒരു പുതിയ ദിശ തുടങ്ങി. അവർ ഇസ്രായേലിനെ തുറന്ന എതിരാളിയായി പ്രഖ്യാപിച്ചു. എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു. ഇസ്രായേൽ എംബസിയും അടച്ചു. അതിനുശേഷം ഇറാൻ ഇസ്രായേലിന്റെ എതിരാളികളെ പിന്തുണയ്ക്കാൻ തുടങ്ങി. അങ്ങനെ തന്നെയാണ് ഇന്നത്തെ ഇറാൻ ഇസ്രായേൽ വിരോധം ആരംഭിച്ചത്. ഇത് ബൈബിളിൽ നേരിട്ട് പറഞ്ഞ ഒരു രാഷ്ട്രീയ കഥയല്ല. ഇത് മനുഷ്യരുടെ ചരിത്രവും ഭരണവും മതപരമായ മാറ്റങ്ങളും ചേർന്ന് രൂപപ്പെട്ട യാഥാർത്ഥ്യമാണ്. എന്നാൽ ബൈബിൾ ഇതിനേക്കാൾ ആഴത്തിൽ ഒരു ദർശനം നൽകുന്നു. പ്രവാചകൻ എസെക്കിയേൽ ഒരു ഭാവി സംഭവത്തെക്കുറിച്ച് പറയുന്നു. പല രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെതിരെ വരും. ആ കൂട്ടത്തിൽ പേർഷ്യ എന്ന പേര് വീണ്ടും കാണപ്പെടുന്നു. അതായത് ഇന്നത്തെ ഇറാൻ എന്ന് പലരും മനസ്സിലാക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരിക്കൽ ഇസ്രായേൽക്കാരുടെ രക്ഷകനായി നിന്ന രാജ്യം പേർഷ്യ ഭാവിയിൽ ഒരു സംഭവത്തിൽ എതിരാളികളുടെ കൂട്ടത്തിൽ വരാമെന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു. പക്ഷേ അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം തന്നെയാണ് ആ പ്രവചനമെന്ന് ഉറപ്പായി പറയാൻ കഴിയില്ല. അതുപോലെ ബൈബിളിൽ പ്രവാചകനായ ജെറമിയ എലാം എന്ന പ്രദേശത്തെക്കുറിച്ച്
വ്യക്തമായി പറയുന്നു. അത് പുരാതന പേർഷ്യയിലെ ഒരു ഭാഗമായിരുന്നു. ഇന്നത്തെ ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലമാണത്. ബൈബിളിൽ എലാമിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പും ഒരു പ്രതീക്ഷയും ഒരുമിച്ച് കാണാം. ഒരു സമയത്ത് എലാമിന്റെ ശക്തി തകരും, ജനങ്ങൾ ചിതറിപ്പോകും. എന്നാൽ അതോടെ കഥ അവസാനിക്കുന്നില്ല. അവസാനത്തിൽ ഞാൻ എലാമിനെ വീണ്ടും ഉയർത്തുമെന്ന് ദൈവം പറയുന്നു. അതായത് ഒരു രാജ്യം വീഴുമ്പോഴും അത് അവസാനമല്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ വീണ്ടും ഉയർച്ചയ്ക്കും സ്ഥലമുണ്ട്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ ഇസ്രായേലിനെ സഹായിച്ച പേർഷ്യ ഇന്നത്തെ ലോകത്തിൽ ഇറാനായി എതിരാളിയായി നിൽക്കുന്നു. പക്ഷേ ഇത് സ്ഥിരമായ ഒരു അവസ്ഥയല്ല. ചരിത്രത്തിൽ പല പ്രാവശ്യം വേഷങ്ങൾ മാറി മറിയുന്നു. ഇന്ന് നാം കാണുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു ഘട്ടം മാത്രമാണ്. അതിൻ്റെ അന്ത്യം എന്താകുമെന്ന് മനുഷ്യർക്ക് അറിയില്ല. പക്ഷെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. നാം പുറത്തുനിന്ന് കാണുന്നത് രാജ്യങ്ങളുടെയും യുദ്ധങ്ങളുടെയും കഥയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നന്ദി.